ഇന്ന് ഞങ്ങൾ പ്രാഗിൽ നിന്ന് ഓസ്ട്രാവ എന്നൊരു സ്ഥലമുണ്ട്, ചെക്കിൽ തന്നെ. അവിടേക്കാണ് പോകുന്നത്. ട്രെയിനിലാണ് നമ്മുടെ യാത്ര. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാഗ് റെയിൽവേ സ്റ്റേഷൻ 1845 എന്തോ ചെറുതായിട്ടൊരു സ്റ്റേഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ചെക്കിലെ ഏറ്റവും വലിയ ഒരു സ്റ്റേഷനാണ്. അവിടുന്ന് യൂറോപ്പിലെ വേറെ കൺട്രീസിലേക്കൊക്കെ ധാരാളം ട്രെയിനുകളും ഒക്കെ ഉണ്ട്. ഇത് നമുക്കൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നില്ല. ശരിക്കും ഒരു എയർപോർട്ട് പോലെ നമുക്കൊരു ഫീലാവും. അതുപോലെ ഷോപ്പുകളും അതുപോലത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളെടുത്തത് റെജിയോ ജെറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ സർവീസാണ്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് വരെ ഉണ്ട് അവിടെ പോയി നമുക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ലോഞ്ച്. അവിടെ പോയി നമുക്ക് കാപ്പ് കുടിക്കാം. അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ചു യൂറോ റെയിലൊന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കോസ്റ്റ്ലി. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിനോട് കടുപ്പിച്ച് വരും. അപ്പം ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇതെടുത്തത്. അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി. അപ്പോൾ പ്രാഗിൻ്റെ റെഡ് ആൻഡ് ക്രീം ബിൽഡിങ്സൊക്കെ ഇങ്ങനെ കടന്നുപോയി ഞങ്ങളങ്ങനെ ട്രെയിനിൽ പോവാണ്. ഞങ്ങളിവിടെ 3 ദിവസം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നു. വളരെ സ്ലോ ആയിട്ടും നല്ലതായിട്ട് നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് എല്ലാ സ്ഥലവും പതുക്കെ കാണാൻ പറ്റി. ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെയാണ്, കൂപ്പേ പോലെയാണ്, ഇന്ത്യൻ റെയിൽവേസിലൊക്കെ ഉള്ള പോലെ. അതിനകത്ത് ഓരോ കൂപ്പയിലും 6 സീറ്റ് വീതമുണ്ട്. അപ്പോൾ അത് സിംഗിൾ ചെയറാണ്. നമുക്ക് കോഫിയും വൈഫൈ ഒക്കെ ഫ്രീ ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ട്രാവലായിരുന്നു. ഒരു 160-170 അവർ വണ്ടി പോകുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എത്തി. നമുക്ക് 3 സ്റ്റോപ്പ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ പോയി. ഞങ്ങളെടുത്തത് പ്രീമിയം ടിക്കറ്റ് ആയിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, അതോ എല്ലാ കമ്പാർട്ട്മെൻറ്റും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. പക്ഷേ ഞങ്ങളെടുത്തത് ഇങ്ങനത്തെ ആയിരുന്നു. നല്ല സൗകര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രാവയിലെത്തി. ഓസ്ട്രാവ എന്ന് പറയുന്നത് ചെക്കിലെ 3rd ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്. ഈ ഓസ്ട്രാവ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളതെന്താ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത് പോകുന്ന പോളണ്ടിലാണ്. അപ്പോൾ ഇത്രയും ദിവസം കുറച്ച് നല്ലോണം നമ്മൾ നടപ്പും ട്രാവലും ഒക്കെ ആയിട്ടൊന്ന് ഒരു 2 ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടുന്ന് പോളണ്ടിലേക്ക് വലിയ ദൂരമില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് സെലക്ട് ചെയ്തത്. ഇത്തവണ ഞങ്ങൾ എടുത്തത് ഒരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലായിരുന്നു. അപ്പം അത് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ്, ഒരു 1 BHK പോലത്തെ ഹോട്ടലിൽ തന്നെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അതായിരുന്നേ നല്ല അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ കിച്ചനും ഒക്കെ ഉണ്ട്. നമുക്ക് എയർബിഎൻബി ഇവിടെ അത്ര അധികം നമുക്ക് ഇഷ്ടമായത് കണ്ടില്ല. ഞങ്ങളിതെടുത്തു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇതുപോലെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. പതിവ് പോലെ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളെങ്ങനെ നടക്കുക. പക്ഷേ ഒരു കടയും തുറന്നിട്ടില്ല. എല്ലാം ഭയങ്കര സൈലൻ്റായിട്ട്, ഒരു മനുഷ്യരും ഇല്ല, ആരുമില്ല റോഡിലൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്ത് പറ്റിയോ എന്തോ. അങ്ങനെ ഞങ്ങൾ നടന്നു. ഒരു മോളുണ്ടായിരുന്നു. ആ മോളിൽ പോയി. അവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ അപ്പുറത്തൊരു മോളുണ്ട്. അപ്പോൾ മോളിൽ പോയി. അവിടെയൊന്നും ആരുമില്ല, എല്ലാം അടച്ചിട്ടിരിക്കുന്നു. മോളിൽ വരെ കടകൾ അടച്ചിട്ടിരിക്കുന്നു. എന്താണെന്നേ മനസ്സിലായില്ല. അപ്പം എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം അറിഞ്ഞൂടെ എന്താണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോയി. അപ്പം ഞങ്ങളിങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഓരോരോ വഴി കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ചുമ്മാ ഇങ്ങനെ നടന്നു പോയി അങ്ങനെ. അപ്പോൾ ഒരു കടയിൽ ഞങ്ങളിങ്ങനെ നോക്കിയപ്പം ഒരു ആൻറ്റിക് പോലത്തെ ഷോപ്പാണ്. ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് നാട്ടിലെ സൈക്കിൾ പോലെ തോന്നി, പഴയ പണ്ടത്തെ സൈക്കിളില്ലേ. അതിനകത്ത് ഹിന്ദിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നതെന്ന് ക്ലിയർ ആയില്ല. കാര്യം ആ ഗ്ലാസും ലൈറ്റും ഒക്കെ ആയിട്ട് ഗ്ലെയർ പോലെ എനിക്ക് അത്രയ്ക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ലൊരു കൗതുകം തോന്നി അത് കണ്ടിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ അതിലേ നടന്നു. അപ്പോൾ അവിടെ ഒരു പള്ളിയൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ മുമ്പിലൊക്കെ പോയി ഒന്ന് നടക്കാമെന്ന് വെച്ച് ഞങ്ങൾ ആ പള്ളിയുടെ മുമ്പിലൊക്കെ പോയി.
ഒട്ടും തിരക്കും ഇല്ല, പൊല്യൂഷനും ഇല്ല. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നടക്കാം, തണുപ്പുമാണ്. നടക്കുമ്പോൾ നമുക്ക് അത്ര ക്ഷീണിക്കില്ല. നമ്മളിങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത് ഓരോരോ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ നാളെ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇതുവരെ എല്ലാവർക്കും ബൈ.